പുതിയൊരു വ്ലോഗിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ കുറച്ച് കുട്ടി കുട്ടി പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും സിങ്ക് അങ്ങ് നിറഞ്ഞു. ഒട്ടുമിക്ക പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കാറുണ്ടെങ്കിലും ഈ കാസറോളും അതേപോലെ കുക്കറും ഒക്കെ വരുമ്പോൾ തന്നെ സിങ്ക് അങ്ങ് വീർത്ത് വരുന്നേ. സിങ്ക് വീർക്കല്ല, സിങ്ക് അങ്ങ് നിറയും. അപ്പോൾ അതെല്ലാം കഴുകിതാ സിങ്ക് ഒന്ന് തേച്ചൊരച്ച് കഴുകി വെക്കുകയാണ്. കഴിഞ്ഞ വ്ലോഗിൽ ആരോ പറഞ്ഞു വെള്ളം പോകുന്ന അവിടെ നിറച്ച അഴുക്കാണല്ലോ എന്ന്. വെള്ളം പോകുന്ന അവിടെ അഴുക്കല്ലടാ, അവിടെ എന്തോ പശ വെച്ച് ഒട്ടിച്ചിട്ട് ആ പശയുടെ കറ അങ്ങനെ നിൽക്കുകയാണ്, അത് മാറുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും. അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ ആ കാണുന്നത് അഴുക്കല്ല, അതിൻ്റെ ഒരു പശയുണ്ടല്ലോ അതാണ്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ക്ലീനാക്കി. നമ്മൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുന്നതാണേ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നമ്മൾ എപ്പോഴും താമസിക്കുന്നത്. അപ്പം നമ്മളിതാ ഒന്ന് കടയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ മോളും കൂടെ ഉണ്ട് കേട്ടോ. ഈ പ്രകൃതി രമണീയമായിട്ടൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് അവളാണ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങിയിട്ട്, അധികം ദൂരത്തൊന്നും പോകണ്ട, നമ്മുടെ വീടൊരു പോക്കറ്റ് റോഡൊക്കെ കയറിയിട്ടാണ്. അവിടെ ഒരു കടയുണ്ട്, നമ്മുടെ പ്രീമ ചേച്ചിയുടെ കടയാണ്, നമ്മുടെ യൂണിറ്റിലുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ കട വീടിനോട് ചേർന്ന് തന്നെ ഒരു കടയാണ്. കട ചെറുതാണെന്നൊന്നും ഓർക്കണ്ട, അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പം ഞാൻ നമുക്കിന്ന് കുറച്ച് പലഹാരം ഉണ്ടാക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടുന്നുള്ള സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഇവിടെ നമുക്ക് പഴയ മിഠായിയൊക്കെ കിട്ടും, മിച്ചർ മിഠായി, അതേപോലെ തന്നെ നമ്മുടെ തേൻ മിഠായി, ഇതെല്ലാം കിട്ടും. അപ്പോൾ വരുന്ന വഴി നമ്മുടെ ജൂഡി ചേച്ചിയുടെ വീടിൻ്റെ അവിടെ വേലിയിൽ ഇങ്ങനെ പരുത്തി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ പരുത്തി എന്നാ പറയുക, ചില സ്ഥലത്തൊക്കെ പൂവരശെന്ന് പറയും. പൂവരശിൻ്റെ ചെടി എന്ന് പറയും. അപ്പോൾ ഇതാണ് കേട്ടോ ജൂഡി ചേച്ചി. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ പയ്യൊന്ന് വലിഞ്ഞു. അപ്പോൾ അമ്മയും ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അമ്മയും കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അമ്മയുടെ കൂട്ടുകാരത്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചാനൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആ ഫോണിൽ നിന്ന് ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കൊച്ചിയാണെങ്കിലും കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് കേട്ടോ നമ്മുടെ. അങ്ങനെ പക്ക വീടുകൾ മാത്രമുള്ളൊരു ഏരിയ അല്ല, ഇതേപോലെ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ കയറി എന്തോ കാര്യത്തിനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് അപ്പോൾ ഞാൻ അമ്മേനെ അവിടെ ഇടവഴിയുടെ അവിടെ കയറി നിന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അമ്മ വന്നു. അപ്പോൾ അമ്മ ചോദിച്ചു എന്ത് മേടിക്കാൻ പോയതാ കൊച്ചു? അപ്പോൾ ഞങ്ങൾ ശർക്കര മേടിക്കാൻ പോയതാണ് അമ്മ, വൈകുന്നേരത്തേക്ക് പലഹാരം ഉണ്ടാക്കാൻ. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് നടന്നു വരികയാണ്. നമ്മുടെ വീടിൻ്റെയൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ പോക്കറ്റ് റോഡാണ് കേട്ടോ, കുട്ടി കുട്ടി വഴികളാണ്. കാറൊന്നും കയറത്തില്ല, പക്ഷെ അതൊരു സമാധാനമാണ്, കാരണം വലിയ ഒച്ചയൊന്നുമില്ല. അപ്പം ഞാൻ ഇത് മേടിച്ച് തന്നപ്പോഴത്തേനും അനിയൻ്റെ മോളാണ് കേട്ടോ, അവൾക്ക് ഭയങ്കര സന്തോഷം. മിഠായിയൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അവൾക്ക് ഭക്ഷണം കൊടുക്കായിരുന്നു അവളുടെ അമ്മ. അപ്പോൾ ഓടി പാഞ്ഞിങ്ങനെ നടക്കുകയാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ചോറുണ്ണണ നേരമായപ്പോഴാണ് മേളിലേക്ക് പോയത്. അപ്പോൾ അമ്മ തലേ ദിവസം തന്നെ മീൻകറി വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി ഉണ്ടായിരുന്നു, 2-3 കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ, ഇപ്പോൾ താമസിക്കുന്ന ആ ഒരു രീതിയുടെ, അമ്മ എന്തെങ്കിലും കറി വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും, ഞങ്ങൾ എന്തെങ്കിലും കറി വയ്ക്കുമ്പോൾ അമ്മച്ചിക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കറി അങ്ങ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. തലേ ദിവസത്തെ സാമ്പാറാണ് കേട്ടോ, നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് പെട്ടെന്ന് സാമ്പാറും ക്യാബേജൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിക്കാൻ തോന്നിയപ്പോൾ വേഗം ഉണ്ടാക്കി എടുത്തതാണ്. അപ്പോൾ സാമ്പാറുണ്ട്. അപ്പോൾ അന്ന മോളിതാ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാറ്റീസം പരീക്ഷയാണ്, അതായത് നമ്മുടെ കുർബാന കൈക്കുള്ള പാടിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആ ഒരു പഠിത്തത്തിൻ്റെ ഒരു തത്രപ്പാടിലാണ് ആൾ. അപ്പോൾ അതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൂവരശിൻ്റെ എല്ലാം നന്നായിട്ട് വെള്ളം ഒഴിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ വലിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടാവേ, അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ വീഴുമ്പോഴത്തേനും അതെല്ലാം അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോറും കറികളൊന്നും വേറെ വെക്കണ്ട, കറികളൊക്കെ ഇരിപ്പുണ്ടല്ലോ. വൈകുന്നേരത്തേക്ക് നമ്മളിതാ കഞ്ഞിയും പയറും അതേപോലെ തക്കാളി ചമ്മന്തിയാറും ഉണ്ടാക്കിയത്. അതിൻ്റെ ഷോർട്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയെടുക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റാണ്, കഷ്ടപ്പെട്ട് ഇങ്ങനെ അടുക്കളയിൽ ഒതുങ്ങി ജീവിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ ചേച്ചിന്ന്. ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാടോ, കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്നുള്ളൊരു ചിന്ത എനിക്കുള്ളത് കൊണ്ട്, അവർക്ക് എല്ലാം ഞാനാണ്, എനിക്കെല്ലാം അവരാണെന്നുള്ളൊരു വിചാരം ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ കുടുംബമേ എന്ന് പറഞ്ഞ് ജീവിച്ചു പോകുന്നത്. അത് ഒരു ബാധ്യതയായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ കാണുന്നതല്ല. ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും, എൻ്റെ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും
സഹോദരങ്ങളാണെങ്കിലും ഞങ്ങൾ ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു ബാധ്യതയല്ല. അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതോ അങ്ങനെയെങ്കിൽ ഈ ആണുങ്ങൾ ജോലിക്ക് പോകുന്നത് ഒരു ബാധ്യതയല്ലേ. അവർക്ക് അന്നേപ്പത്തിനുള്ളത് മാത്രം എടുത്തിട്ട് അവർക്ക് ജോലിക്ക് പോയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ വെറുതെ നടക്കാമല്ലോ. അപ്പോൾ അവരും ജോലി ചെയ്യുന്നതാണ്, അവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അടുക്കള എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിട്ട് കാണുന്നത് കൊണ്ടിട്ടാണ്. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. എനിക്കിഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെട്ടാണ് ഈ ചെയ്യുന്നത്. ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടല്ല കേട്ടോ ഈ കാര്യം ചെയ്യുന്നത്. കാരണം തേങ്ങയുടെ കൂനയുടെ അവിടെ നിന്ന് ചകിരി കൈ കൊണ്ട് വലിച്ചിട്ട് പോണില്ല. അപ്പം ഞാൻ നമ്മുടെ ഉഗ്രമുജ്ജലത്തിലൊക്കെ ചേട്ടന്മാർ വായ കൊണ്ട് കടിച്ചു പറിക്കില്ലേ, തേങ്ങയൊക്കെ പൊതിക്കില്ലേ. ഇത് തേങ്ങ പൊതിച്ചതല്ല, ചകിരി പോരാണ്ടായപ്പോൾ ഒന്ന് പല്ലുകൊണ്ടൊന്ന് കടിച്ച് വലിച്ചതാ. എന്നോട് ആ സർജറി കഴിഞ്ഞാൽ പിന്നെ ബലത്തിലൊന്നും വലിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പോരാണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ഇതാ കൈയോടെ തന്നെ തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. നമ്മളിന്ന് അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇതാ ചിരണ്ടി എടുക്കുവാണ്. അന്നമോളെ എന്നെ സഹായിച്ചൊക്കെ തരും കേട്ടോ. ഇപ്പോൾ കാറ്റഗറി ക്ലാസ്സിൽ സിസ്റ്റേഴ്സൊക്കെയാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേനും അമ്മയെ സഹായിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇപ്പം ഞാൻ അല്ലെങ്കിൽ എന്നെ സഹായിക്കും, ആളെന്നെ സഹായിക്കും. പക്ഷെ എന്നാലും ഇപ്പം ഇച്ചിരി സഹായം കൂടുതലാണ്. അമ്മ അത് ചെയ്തു തരട്ടെ, ഇത് ചെയ്തു തരട്ടെ, അമ്മയ്ക്ക് കുറച്ച് നേരം കിടക്കണോ എന്നാൽ അമ്മ കിടന്നോ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ കുറേ പണിയൊക്കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഇല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ശർക്കര ഉരുക്കിയത് ഒരു ടിന്നിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അത് വേറൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഞാൻ എന്താ നമ്മൾ ചിരണ്ടി വെച്ച നമ്മുടെ തേങ്ങാപ്പീര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അട ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ കുറേ തേങ്ങാപ്പീര ചിരണ്ടണം. അപ്പോൾ അതിന് ബദലായിട്ട് ഞാൻ വേറൊരു കൂട്ടാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത്. അപ്പോൾ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ പഞ്ചസാരയിലേക്ക് ഏലക്കയും ചുക്കും കൂടി ഇട്ട് പൊടിക്കുകയാണ്. ശരിക്കും ഏലക്കയും ചുക്കും മാത്രം പൊടിച്ചാൽ മതി. പക്ഷേ ഏലക്കയും ചുക്കും മാത്രം ഇട്ട് ഈ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടുമ്പോഴത്തേനും നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ എലൈറ്റിൻ്റെ ഇടിയപ്പപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞ് ഈ അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇടിയപ്പപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നല്ല മയത്തിൽ നമുക്ക് കിട്ടും, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ ദാ ആ പൊടിയിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് അപ്പം തന്നെ തേച്ച് കൂട്ടിയൊന്നും വേണ്ട, കുറച്ച് നേരം കഴിഞ്ഞാലും മതി. അട ഉണ്ടാക്കാനല്ലേ, അപ്പം അത്രയ്ക്ക് അങ്ങ് നമ്മൾ ചൂടോടുകൂടെ തന്നെ തേച്ച് കൂട്ടണ്ട. സ്പൂണ് വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. അതവിടെ മാറിയിരുന്നോട്ടെ. പിന്നെ നമുക്കിതാ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സംഗതിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടി കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് ഫ്ലേവറിന് വേണ്ടി നമുക്ക് ആദ്യം നമ്മൾ ഏലക്കയും ചുക്കും പൊടിച്ച് വെച്ചില്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതാ ക്വാണ്ടിറ്റി അധികം കൂടാൻ വേണ്ടി കുറച്ച് അവലുണ്ടല്ലോ, അത് വെള്ള അവലാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ മറ്റേ ചോമ്പ് അവൽ കുറച്ച് കട്ടിയല്ലേടാ. അപ്പോൾ അതിടുമ്പോഴത്തേനും എന്തായാലും ഈ വെള്ള അവലാണെങ്കിലും ചോമ്പ് അവലാണെങ്കിലും ചുരുങ്ങും. ചൊമ്പവൽ ഓൾറെഡി കുറച്ച് ചെറുതാണ്. അപ്പോൾ അതൊന്നും കൂടി ചുരുങ്ങുമ്പോഴത്തേനും അതിൻ്റെ കട്ടി ഒന്നും കൂടി കൂടും. വെള്ളവലാകുമ്പോഴത്തേനും ചുരുങ്ങും, പക്ഷെ എന്നാലും കട്ടി അങ്ങനെ വലിയ കാര്യമായിട്ടുണ്ടാവത്തില്ല. ഈ തേങ്ങാപ്പീര പോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ അങ്ങ് കിടന്നങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അതാ ഇച്ചിരി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. 10 രൂപയുടെ പാക്കറ്റിൽ നമുക്ക് ഈ ഉണക്കമുന്തിരിയും അതേപോലെ തന്നെ കശുവണ്ടിയൊക്കെ കിട്ടത്തില്ലേ, അത് ഓരോ പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യും, ആ നെയ്യുടെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴത്തേനും നമ്മുടെ അട സൂപ്പർ ആവും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അട ഉണ്ടാക്കുന്നില്ല, ഈ നമ്മൾ പൊടി തേച്ച് കൂട്ടിയതും പിന്നെ മിക്സ് തേച്ച് കൂട്ടിയതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അന്നമോള് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഈ പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇതില്ലേടാ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അമ്മ എപ്പോഴും ഇവർ വന്നു കഴിയുമ്പോഴത്തേനും കുറേ അധികം എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നല്ല നാടൻ കോവയ്ക്കുണ്ട്, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്ന് അത് കുഞ്ഞു കുഞ്ഞു കോവയ്ക്കാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ നാടനായതുകൊണ്ട്. അപ്പോൾ അതാ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ അതാ കത്തി ഒടിഞ്ഞു പോയി ഗൈസ്, ഞാനത് പറയുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കത്തിയായിരുന്നു, എന്ത് ചെയ്യാനാ, സാരല്ല പോട്ടെ. അപ്പോൾ ഞാൻ എന്താ വേറെ കത്തി എടുത്തിട്ട് കൈയോടെ തന്നെ അതങ്ങ് അരിഞ്ഞെടുക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കത്തി ഒടിഞ്ഞു പോവുക, അതുപോലെ പാത്രങ്ങൾ പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം നമ്മൾ സ്ഥിരം അടുക്കളയിൽ പെരുമാറുന്ന കാര്യങ്ങൾ നശിഞ്ഞു പോകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ. അപ്പം ഞാൻ എന്താ കോവയ്ക്ക് വട്ടം അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു നാടൻ കോവയ്ക്ക് കിട്ടിയപ്പോൾ കുറച്ച് അച്ചാറിടാന്ന് പറഞ്ഞിട്ട് പിള്ളേർ സമ്മതിക്കണില്ല. അവർക്ക് ഈ അച്ചാറിനേക്കാളും ഇഷ്ടം ഈ കോവയ്ക്ക് ഇങ്ങനെ വെറുതെ ഉപ്പും മുളകും വെളിച്ചെണ്ണ ഇട്ട് ഫ്രൈ ചെയ്യണതാണ്, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണതാണ്. അപ്പോൾ എന്താ വെളിച്ചെണ്ണയിലേക്ക് ചൂടായി വന്നപ്പോഴത്തേനും നമ്മുടെ കോവയ്ക്ക്
കോവക്കയും പിന്നെ പുറകെ ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒക്കെ മാറ്റി 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 ഞാൻ എന്താ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറികളുള്ളത് കൊണ്ട് പിന്നെ വേറെ എക്സ്ട്രാ കറികളൊന്നും വെക്കണ്ട. തലേ ദിവസം തന്നെ രാവിലെ ഏട്ടൻ ജോലിക്ക് പോയപ്പോൾ പറഞ്ഞതാണ് വൈകിട്ടത്തേക്ക് കഞ്ഞി മതി കേട്ടോ. മിക്കപ്പോഴും നമുക്ക് കൊച്ചി ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മീൻ കിട്ടും. അപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് മീൻ തന്നെയാണ്. അങ്ങനെ ഒരു കൊതി മൂത്തിട്ടാണ് ഞാൻ നമ്മുടെ സാമ്പാറും ഒരു സദ്യ പോലെയൊക്കെ ആക്കിയെടുത്തത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളിതാ രാത്രിത്തേക്ക് ഇന്ന് കഞ്ഞിയും പയറുമാണ്. അപ്പോൾ വലിയ പണിയൊന്നും എനിക്കില്ല ഇന്ന്. അപ്പോൾ ഞാൻ ഇന്നിതാ ഈ താഴത്തുനിന്ന് വെളിയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ കറികളൊക്കെ ഇട്ട് കഴിക്കുകയാണ്. അപ്പം നമ്മൾക്ക് മീൻ കറി വേണ്ട, ഇന്ന് സാമ്പാർ മതിയെന്ന്. എന്ത് പറ്റിയാവും, മീൻ കറി കൂട്ടി മതിയായെന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ ഫുഡെല്ലാം ഞങ്ങൾ ഉച്ചക്കത്തെ ഊണെല്ലാം കഴിച്ചപ്പോൾ അന്നമോളെൻ്റെ കാല് തടവി ഉറങ്ങിപ്പോയിട്ടാ. രാവിലെ പള്ളി പോവല്ല വെളുപ്പിന് എണ്ണീറ്റ് 6 മണി 5:45 എഴുന്നേക്കും ഇവള്. അപ്പോൾ പള്ളി പോണതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം പോയി കിടന്നോ മുത്തേന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ താഴ്ത്തുനിന്ന് തുണി അലക്കി കൊണ്ടുവന്ന് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേളിലിരിക്കുന്ന ഈ ഡ്രം എന്തിൻ്റെന്ന് ചോദിച്ചു. ഒന്നിൻ്റെ അല്ലട, നമുക്ക് ഇവിടെ കൊച്ചി ആയതുകൊണ്ട് ഇടയ്ക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേനും വെള്ളം നിറച്ചിടാനും പിന്നെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പം നമുക്ക് ഈ ഡ്രമ്മൊക്കെ ആവശ്യമാണ്. അപ്പോൾ ആ ഡ്രം അങ്ങനെ മേളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്കിത് അട ഉണ്ടാക്കാം. ഈ അട ഉണ്ടാക്കുമ്പോൾ ജോക്കുട്ടൻ വന്നിരുന്ന് ഈ കെഞ്ചുന്നത് എന്തിനാണെന്നറിയാമോ? ഈ മാവില്ലേ അത് ഇവനിങ്ങനെ കൊടുക്കാൻ. അപ്പോൾ ഒരു ഉരുള ഞാൻ അവൻ്റെ കൈ കൊടുത്തു. അത് വെച്ചിങ്ങനെ ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന പോലെ പുഴുവിനുണ്ടാക്കും, ആമേനെ ഉണ്ടാക്കും, കല്ലുണ്ടാക്കും. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ അവനിങ്ങനെ കുട്ടികളുടെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അവനിങ്ങനെ തേച്ച് കൂട്ടി ചപ്പാത്തിക്ക് കുഴക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചോദിക്കും. ഇടിയപ്പത്തിന് തേച്ച് കൂട്ടുമ്പോഴും അങ്ങനെ തന്നെയാണ്. പുട്ടിനൊക്കെ തേച്ച് കൂട്ടുമ്പോൾ വരും കേട്ടോ. പൊടി ഈ തേച്ച് കൂട്ടാന്ന് പറഞ്ഞാൽ പൊടി നനയ്ക്കുമ്പോൾ വരുന്ന ഉദ്ദേശിക്കണേ. പുട്ടിനൊക്കെ നനയ്ക്കുമ്പോൾ ഞാൻ പറയും മൂടിക്കൊള്ളണം. പുട്ടിൻ്റെ പൊടിയൊക്കെ കൊടുത്താൽ പിന്നെ വീടിനകം മൊത്തം നാറ്റിക്കും. അങ്ങനെ അത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ അട ഒരു പരുവത്തിലാക്കി എടുക്കുകയാണ്. എത്ര കനം കുറച്ച് നമ്മൾ പരത്തുന്നോ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഇലയറ്റിൻ്റെ പൊടി ആയതുകൊണ്ട് പറയല്ല, നല്ല മയമാണ് ആ പൊടിക്ക്. പ്രത്യേകിച്ച് ഇടിയപ്പത്തിൻ്റെ പൊടി നല്ല മയത്തിൽ നമുക്ക് കിട്ടും. വായിൽ വെച്ച വെറുതെ ഇങ്ങനെ തേനൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ അങ്ങോട്ട് പ്ലസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പപ്പൊടിയിലോ പത്തിരിപ്പൊടിയിലോ ഒന്ന് ചൂടുവെള്ളത്തിൽ തേച്ച് കൂട്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ അങ്ങനെ അടയെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ അപ്പോൾ അമ്മ വന്നായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് മധുരം വേണ്ടടാ, മധുരം ഇല്ലാത്തത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയ്ക്ക് മാത്രമായിട്ട് തീരെ മധുരം ഇടണം നമ്മളിങ്ങനെ പിടി ഉണ്ടാക്കില്ലേ, അമ്മ 2 എണ്ണം മതി, അധികം വേണ്ട, തേങ്ങ ഇട്ടിട്ടുള്ളത് അധികം വേണ്ട, മധുരവും അധികം അമ്മയ്ക്ക് പറ്റില്ല. കുറച്ചൊക്കെ പിന്നെ നമ്മൾ നിർബന്ധിക്കുമ്പോൾ ഒരു ഇച്ചിരിക്കോളം അമ്മ കഴിക്കുന്നേ ഉള്ളൂ. ഒരു മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിസ്സാരം കഴിക്കുന്നേ ഉള്ളൂ. ഓവർ മധുരമൊന്നും കഴിക്കലൊക്കെ കുറവാണ്. അപ്പം ഞാൻ കൈയോടെ പോയി കുളിച്ചു. നല്ലൊരു മഴക്കാരുണ്ട്. മഴക്കാരുള്ളത് കൊണ്ട് തന്നെ നല്ല ശക്തമായിട്ടുള്ള ചൂടുണ്ട്. മേളിലായതുകൊണ്ട് ഭയങ്കര ചൂടാട്ടോ. ഈ 4 മണി 3 മണി നേരത്തൊക്കെ കുളിക്കുമ്പോൾ ചൂടുവെള്ളം വേണ്ട. ശരിക്കും പറഞ്ഞ ടാങ്കിലെ വെള്ളമൊക്കെ നല്ല പഴുത്താ കിടക്കുന്നത്. അപ്പം ഞാൻ വേഗം പോയി കുറച്ച് തുണി ഞാൻ വെയിലാറാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് രാവിലെ പള്ളിയിൽ പോയ ഡ്രസ്സും പിന്നെ അതേപോലെ ഏട്ടൻ ഒരു തവണ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് വെറുതെ വെള്ളത്തിൽ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഊരിയിട്ട്, കാരണം ഇച്ചിരി നേരം ഇട്ടിട്ട് ഊരിയിടുന്ന ഡ്രസ്സുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഊരിയിട്ട് അതിൽ ഉപ്പ് പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയ കടൽ തീരത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ 2 പാലം കടന്നൊക്കെയാണ് ഇവർ ഓഫീസിൽ പോകുന്നതൊക്കെ. അപ്പോൾ ഷർട്ടിലൊക്കെ ഉപ്പ് പിടിക്കും. ഈ പരിസരത്തൊക്കെ നമുക്ക് ഡ്രസ്സിലൊക്കെ ഉപ്പ് പിടിക്കുന്ന ഒരു ഇതുണ്ട് വേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് നല്ല സോപ്പിലൊന്ന് തിരുമ്മി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു 1-2 എണ്ണം. ഈ മുറി ഞാൻ ഒതുക്കി കേട്ടോ. തുണിയൊക്കെ ഞാൻ ആ ബക്കറ്റിലാക്കി. എന്നിട്ട് ഞാൻ താഴേക്ക് പോവാണ്. അപ്പം നമ്മൾ ഈ മുറി ഒതുക്കിയപ്പോൾ തന്നെ ഒരു സമാധാനമായി. കുറേ തുണികൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ തന്നെ നമുക്ക് മടുപ്പായിരിക്കും ഈ മുറിക്കകത്തേക്ക് കയറാനായിട്ട്. എല്ലാം മടക്കി ഞാൻ ബക്കറ്റിലാക്കി. കുറേയൊക്കെ ഞാൻ ആ ഒരു കളറിൻ്റെ റാക്കില്ലേ നമ്മുടെ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് കാണുന്നേ, അങ്ങനെ ആക്കി. എന്നിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കുട്ടി പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ ഇനി താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ താഴേക്ക് പോകാൻ വേണ്ടി അവിടെ പോയി ചായ കുടിക്കാൻ വേണ്ടി ചായ അമ്മ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചായ പൊതുവേ വൈകുന്നേരം ഇവിടെ ഇടൽ കുറവാണ്. ഏട്ടൻ വരുമ്പോൾ മാത്രമേ ഏട്ടനൊരു കട്ടൻ ചായ ഇടുള്ളൂ. ഞാൻ താഴ്ത്തു പോയാൽ ചായ കുടിക്കണേ. അപ്പോൾ ഇവിടെയാണ് വൈകുന്നേരം എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ചായ ഇടും. അപ്പോൾ ഞാൻ അങ്ങനെ അടയെല്ലാം ആക്കി അമ്മയ്ക്കുള്ള പിടിയെല്ലാം സെപ്പറേറ്റ്
അതിൻ്റെ മീതെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പാത്രത്തപ്പാടെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. ഒരു 4 ഏട്ടനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടുക്കള വാതിലും മുമ്പിലത്തെ വാതിലും ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇനി താഴേക്ക് പോയി. ഇനിയിപ്പോൾ സന്ധ്യാപ്രാർത്ഥന ചെല്ലണ നേരാകുമ്പോഴേ വരുള്ളൂ. ആ നേരത്തേക്കുള്ള കുട്ടി കുട്ടി പണികളെ എനിക്കുള്ളൂ. ഇപ്പോൾ തുണിയെല്ലാം മടക്കി വെച്ച് വേറെ ഒന്നുമില്ലല്ലോ. വീടൊക്കെ ക്ലീനാണ്. പിള്ളേരൊക്കെ നേരത്തെ തന്നെ ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ തന്നെ അവരെ ഞാൻ താഴേക്ക് വിട്ടു. അങ്ങനെ ഞാൻ അത് താഴേക്ക് പോവുകയാണ്. അപ്പോൾ അതാ ഒരു കുഞ്ഞു കൺമണി ഇപ്പോൾ ഓടിയത് കണ്ടോ? അനിയൻ്റെ മോളാണ് കേട്ടോ. റോട്ടിൽ കിടന്ന് കളിയാണ്. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. ഏട്ടൻ വന്നിട്ടില്ല. ഏട്ടൻ വരുമ്പോൾ രാത്രിയാവും കേട്ടോ. അപ്പോൾ അനിയൻ്റെ കുഞ്ഞിരിക്കത്തിൽ അവളിങ്ങനെ ഓടും, അവനും ഓടും. നല്ല മേടാണ് വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പൊക്കി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു.